തിരുവമ്പാടിയിൽ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് KSEB. അജ്മൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ KSEB യൂണിയനുകൾ രാവിലെ പ്രതിഷേധം സംഘടിപ്പിക്കും. KSEBക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകുമെന്ന് റസാഖിന്റെ കുടുംബവും പ്രതികരിച്ചു. വിവരങ്ങളുമായി സിനോജ് ചേരുന്നു. സിനോജ്, മഴ പെയ്തിട്ടും മരം പെയ്തു തീരുന്നില്ല, വിവാദം ഒഴിയുന്നില്ല. KSEB ഈ തൊഴിലാളി യൂണിയനുകൾ സമരത്തിലേക്കോ പ്രതിഷേധത്തിലേക്കോ ഒക്കെ പോകുന്നു എന്ന് കേൾക്കുന്നു. അതേസമയം അജ്മലിന്റെ കുടുംബവും വലിയ പ്രതിഷേധത്തിലാണ്. തങ്ങളും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. വൈദ്യുതി കണക്ഷൻ ഇന്നലെ പുനഃസ്ഥാപിച്ചു. KSEB ചെയർമാൻ ഇന്നലെ ഇട്ട ഉത്തരവ് തലതിരിഞ്ഞ ഉത്തരവായിരുന്നു. അത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി. പിന്നീട് ഉത്തരവ് പിൻവലിച്ചു. ഉപാധികളൊന്നുമില്ലാതെ കണക്ഷൻ കൊടുത്തു. വീണ്ടും ഇനി എന്താണ് ഈ KSEBയിലെ ഉദ്യോഗസ്ഥരുടെ ആവശ്യം? സിനോജ്, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് മക്കൾ ചെയ്ത കുറ്റത്തിന് ഉപ്പയും ഉമ്മയും ഇരട്ടത്തിരുത്തിയ KSEB ആണ്. ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ രാത്രി വൈകി വീണ്ടും കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നത്. പക്ഷേ KSEB ജീവനക്കാർ അവരുടെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് തിരുവമ്പാടിയിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ജീവനക്കാരെ അജ്മലും സഹോദരനും ആക്രമിച്ചിരിക്കുന്നു, അത് വിശദീകരിക്കണം. ഒപ്പം തന്നെ ഒരു പ്രതിഷേധ സംഗമം കൂടി ജീവനക്കാരുടെ സംഘടന നടത്താൻ വേണ്ടി പോകുന്നു. ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ തിരുവമ്പാടി KSEB ഓഫീസിൽ ജീവനക്കാർ അന്ന് ഈ തിരുവമ്പാടി ടൗണിലൂടെ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധിച്ചതാണ്. പക്ഷേ ഇത് ഏറെ വിവാദമായ സാഹചര്യത്തിലാണ് വീണ്ടും കൂടുതൽ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗവും KSEB നടത്താൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഈ കുടുംബം, അജ്മലിന്റെ കുടുംബവും മാതാപിതാക്കളും ഈ കാര്യം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവരും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് റസാഖും ഭാര്യ മറിയവും പറഞ്ഞിരിക്കുന്നത്. കാരണം നാട്ടുകാരുടെ മുൻപിൽ ഇത് അവരെ നാണം കെടുത്തിയിരിക്കുകയാണ്. അതായത് 24 മണിക്കൂറിലേറെ അവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അതോടൊപ്പം തന്നെ മക്കൾ ചെയ്ത കുറ്റത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ഒപ്പിട്ട് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേപ്പറുമായിട്ടാണ് ഇന്നലെ തഹസിൽദാർ വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് KSEB ജീവനക്കാർക്കെതിരെ കുടുംബം മാനനഷ്ട കേസിന് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ മറിയം KSEB ജീവനക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. വീട്ടിലെത്തിയ KSEB ജീവനക്കാർ മറിയത്തെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിച്ചെന്ന് ആരോപിച്ച് പരാതി നൽകുകയും ഇങ്ങനെ പേരുള്ള കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവുമല്ലോ. KSEB ഉദ്യോഗസ്ഥരെ അജ്മൽ മർദ്ദിച്ചു, തെറ്റാണ്. KSEB ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ തലയിൽ ഈ കറിയെടുത്തൊഴിച്ചു, അത് അതിലും വലിയ തെറ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചത് 3 ലക്ഷം രൂപയുടെ സ്വത്ത് നശിപ്പിച്ചു എന്നതാണ് KSEBയുടെ വാദം. അത് പോലീസ് ഇന്നലെ കേട്ടു. പോലീസ് നടപടി എടുത്തല്ലോ അല്ലേ? ഈ പ്രതിഷേധം ആർക്കെതിരെയാണ്? പോലീസ് നടപടിയെടുത്തു. ഈ അജ്മലിനെ ജയിലിലാക്കി. അജ്മലിന് ജാമ്യമില്ലാത്ത കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കുന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് അജ്മലിനെ ശിക്ഷിക്കാൻ പോകുന്നത്, ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നതും. ഇനി KSEBയിലെ ഈ ഉദ്യോഗസ്ഥർ ആർക്കെതിരെയാണ് ഇന്നിപ്പോൾ പ്രതിഷേധം നടത്താൻ പോകുന്നത്? ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്തില്ല. ഇന്നലെ ഫീസ് കെട്ടാൻ വേണ്ടി KSEB പോസ്റ്റിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥർ കയറിയ സമയത്തൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മുദ്രാവാക്യം KSEBക്കെതിരെ KSEB തോറ്റുപോയ, കേരള സർക്കാർ തോറ്റുപോയ എന്നൊക്കെ രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചു. അതൊക്കെ തന്നെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശദീകരണ യോഗം നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ജീവനക്കാരെ മർദ്ദിച്ചത് കൊണ്ടാണ് ഈ രീതിയിൽ KSEB നടപടിയെടുത്തത്. KSEB ഓഫീസ് തകർത്തതുകൊണ്ടാണ് ഈ രീതിയിൽ അജ്മലിൻ്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. ഇക്കാര്യം വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയാണ് KSEB ജീവനക്കാർ ഒരു പ്രതിഷേധ സംഗമം നടത്തിയിരിക്കുന്നത്. അല്ലാതെ അവർക്ക് പരസ്യമായി അജ്മലിന് പിന്തുണ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അജ്മലിന്റെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനോ കഴിയില്ലല്ലോ. അവർ അവരുടെ കൂട്ടായ്മയായിട്ട് നിന്നുകൊണ്ട് അജ്മലും കുടുംബവും ചെയ്തത് തെറ്റാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് അറിവോടുകൂടി ഈ തൊഴിലാളികൾ ചെയ്യുന്നതാവില്ലേ? കാരണം യഥാർത്ഥത്തിൽ ഈ വിചിത്രമായി ഉത്തരവിട്ടത് KSEB ചെയർമാനാണ്. ആ KSEB ചെയർമാൻ ഉത്തരവിട്ടത് കൊണ്ടാണ് ഈ പാവം ഈ ഉദ്യോഗസ്ഥർക്ക് ഇത് വന്നൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഒടുവിൽ പഴി കേൾക്കേണ്ടി വന്നതും മുദ്രാവാക്യം കേൾക്കേണ്ടി വന്നതും ഒക്കെ ഈ ഉദ്യോഗസ്ഥർക്കാണ്. അപ്പോൾ വീണ്ടും ഈ സൂചി കൊണ്ടെടുക്കാവുന്നത് തുമ്പ കൊണ്ടെടുത്തിട്ടും ഇനി അത് ബുൾഡോസർ കൊണ്ടെടുക്കാനാണോ KSEBയുടെ തീരുമാനം? സിനോജ്, അത് ഈ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്നൊരു തെളിവാണ് ഇന്നലെ തഹസിൽദാർ അവിടെ വന്നത്, ആ പേപ്പറുമായിട്ട് വന്നത്. കാരണം അതിൽ എഴുതി വെച്ചിരിക്കുക അങ്ങനെയാണ്, ഇനി മക്കൾ തെറ്റ് ചെയ്യില്ല, തെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകാൻ പറ്റുമോ? അങ്ങനെ ഒരു പേപ്പറിൽ, സർക്കാർ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ മക്കൾ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകാൻ കഴിയുമോ? കാരണം കൺസ്യൂമർ നമ്പർ അജ്മലിൻ്റെ പിതാവിൻ്റെ പേരില്ല. വേണമെങ്കിൽ പിതാവിന് പറയാം, ഞാൻ നിങ്ങളെ ആക്രമിക്കില്ല, നിങ്ങൾക്ക് സുരക്ഷിതമായി എൻ്റെ വീട്ടിലേക്ക് വരാം, ഈ ഡിസ്കണക്ട് ചെയ്ത ബന്ധം പുനഃസ്ഥാപിച്ച് തരാം, ഒരു പ്രശ്നമില്ലെന്ന് വേണം ഒപ്പിട്ട് കൊടുക്കാം. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ ഒപ്പിട്ട്
കൊടുത്താൽ തന്നെ റിമാൻഡിലായ ഈ രണ്ടുപേരെ പ്രതികളെ KCB ഉദ്യോഗസ്ഥർക്ക് റിമാൻഡിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയുമോ? ആ കേസ് ഇല്ലാതാവുന്നില്ലല്ലോ. അവർ ഓഫീസ് തല്ലി തകർത്തോ, ജീവനക്കാരെ മർദ്ദിച്ച കേസ് അവിടെ നിൽക്കുന്നു, റിമാൻഡിൽ കഴിയണം. അത് പോലീസും കോടതിയുമാണ് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ മാതാപിതാക്കൾ ഒപ്പിട്ട് നൽകിയത് കൊണ്ട് മാത്രം KCBയുടെ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ ഒരു വിചിത്രമായ നടപടിയുമായിട്ടാണ് KCB തുടക്കം മുതൽ തന്നെ സ്വീകരിക്കുന്നത്. അതിന് തുടർച്ചയായിട്ട് വേണം ഈ വിശദീകരണ യോഗത്തെ കാണാൻ വേണ്ടി. അരുൺകുമാർ, തീർച്ചയായിട്ടും സിനോജ്, എന്തായാലും പോലീസ് ഇതിലൊരു നിയമ നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ KCB ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ കാര്യമുണ്ട്. പോലീസ് നിയമ നടപടി എടുത്തു, അജ്മൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങി അയാളെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവർ ചെയ്ത കുറ്റത്തിന്, KCB ഉദ്യോഗസ്ഥർ ചെയ്ത കുറ്റത്തിന്, KCBയുടെ ചെയർമാൻ ചെയ്ത കുറ്റത്തിന് ഇനി വീണ്ടും വിശദീകരണ യോഗം. എന്താണ് നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത്? ഇത് നിർഭാഗ്യകരമായ കാര്യമാണ്. നിയമപരമായി അതിനെ നേരിടുക എന്നതിനും അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. വീണ്ടും സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാവരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കൊല്ലത്തൊരു വാർത്ത കൂടി വന്നു, അത് പ്രേക്ഷകർ കണ്ടതല്ലേ? ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം അബ്ദുൽ സലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്ത. അപ്പോൾ KCB ഉദ്യോഗസ്ഥർ ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന സേവനത്തെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഒരു അബദ്ധം പറ്റിയാൽ അബദ്ധം പറ്റിയെന്ന് തുറന്നു പറയലാണ് ജനാധിപത്യത്തിൽ ഒരു കാര്യം. അത് നിങ്ങളിതിൽ ചെയ്തു, ശരി, ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇനി നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. വീണ്ടും വിശദീകരണം നടത്താൻ പോകാനും ആ കുടുംബത്തെ ആക്ഷേപിക്കാനും ഒന്നും നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അതേസമയം നിങ്ങൾക്കെതിരെയുള്ള അജ്മലിൻ്റെ ആക്രമണവും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ജയിലിലാണ് അജ്മൽ എന്നുള്ള വാർത്തയും നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാം എന്ന് നിങ്ങൾ കരുതി, അതാണ് പറ്റിയത്. ഇനിയിപ്പോൾ തൂമ്പ കൊണ്ടും പോരാ, JCB കൊണ്ടും ബുൾഡോസർ കൊണ്ടും എടുക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ.